ദി കേരള കോൺവെർസേഷൻ ഇന്നത്തെ അതിഥി ശ്രീ അനീഷ് കുമാർ പി കെ, ഫൗണ്ടർ ആൻഡ് സിഇഒ ദ ട്രാവൽ പ്ലാനേഴ്സിൻ്റെ ദേശീയ സംസ്ഥാന ടൂറിസം അവാർഡ് ജേതാവ്. കൂടാതെ 26 വർഷത്തിന് മുകളിലായിട്ട് ടൂറിസം മേഖല പ്രവർത്തിക്കുന്ന ഇദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ടൂറിസം സാധ്യതകളും വികസന വഴികളും നമ്മോടൊന്ന് പങ്കുവയ്ക്കുന്നു. വെൽക്കം സർ. വികസിത രാജ്യങ്ങളിലെ നഗരവുമായി തിരുവനന്തപുരം നഗരത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് അതിൽ നിങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങൾ വരുന്നത്? നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ഏത് സിറ്റി എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അവിടെ കാൽനട യാത്രക്കാർക്കായിട്ട് പ്രത്യേക സൗകര്യമുണ്ട്. നമുക്ക് നടന്നു പോയി ഒരു സിറ്റി കാണാനുള്ള അവസരം വിദേശ രാജ്യങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ തിരുവനന്തപുരം എന്ന് മാത്രമല്ല, കേരളം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കാൽനട സൗഹൃദ നഗരമല്ല തിരുവനന്തപുരം. അപ്പം നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഈ നഗരസഭയ്ക്ക് ഒരു പ്രയോറിറ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തിരുവനന്തപുരത്തെ ഒരു കാൽനട സൗഹൃദ നഗരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കേരളത്തിലെ ഒരു വർഷത്തെ കാൽനട യാത്രക്കാരുടെ ആക്സിഡൻറ്റിൽ മരിക്കുന്ന എണ്ണം എടുക്കുകയാണെങ്കിൽ ഏകദേശം 800 ആൾക്കാർ മരിക്കുന്നുണ്ട്. അത് ഫുട്പാത്തുകൾ കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടും സീബ്ര ലൈൻ ക്രോസിങ്ങിലുണ്ടാകുന്ന ആക്സിഡൻറ്റുകളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കത് തിരുവനന്തപുരത്ത് എടുക്കുകയാണെങ്കിൽ പല ഫുട്പാത്തുകളും കയ്യേറിയിട്ടുണ്ട്. അവിടെ അവർക്ക് കാൽനട യാത്രക്കാർക്ക് പോകാനായിട്ടുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ സ്ലാബുകൾ മാറിക്കിടക്കുകയായിരിക്കും. അപ്പം നടന്നു പോകാനുള്ള സൗകര്യമില്ല. അപ്പം ഇപ്പോൾ റോഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല റോഡുകളും ഹൈ ക്വാളിറ്റി റോഡുകൾ ഡെവലപ്മെൻറ്റ് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. BMC ഒരു ക്വാളിറ്റി ടാറിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ ഇപ്പോൾ ഈ റോഡുകളുടെ ഫുട്പാത്തുകളിൽ ഇല്ലാത്തടത്ത് ഫുട്പാത്തുകൾ ഡെവലപ്പ് ചെയ്യുക. ഒപ്പം ക്ലീൻ അല്ലാത്ത ഫുട്പാത്തുകളിൽ ഇപ്പം നമുക്ക് പല ഫുട്പാത്തുകളിൽ നോക്കുകയാണെങ്കിൽ ഓല അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് അത് നടക്കാൻ യോഗ്യമാകുന്ന രീതിയിൽ മാറ്റുകയാണെന്നുള്ളത് ഒരു അടിസ്ഥാന ഒരു നഗര വികസനത്തിൻ്റെ പാർട്ടാണ്. അത് തിരുവനന്തപുരം നഗരസഭ ചെയ്യേണ്ട ഒരു പ്രയോറിറ്റി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് നമ്മുടെ റെയിൻ വാട്ടർ മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ പലപ്പോഴും ഫ്ലാഷ് ഫ്ലഡ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ട്. അതും നമ്മൾ വിദേശ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് നല്ല ആഴത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഒരാൾ ആഴത്തിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ചൈനയിൽ പോയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾ ആഴത്തിലാണ് അവിടുത്തെ ഡ്രെയിനേജിൻ്റെ ആഴം. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ ചെറിയ ഡ്രെയിനേജുകളാണ്, ആഴമില്ല, പിന്നെ അത് ബ്ലോക്കുമാണ്. അപ്പം വെള്ളം ഒഴുകി പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ സിംഗപ്പൂർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സിംഗപ്പൂരിൽ ഒരു ഫ്ലഡുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഫ്ലഡ് ഉണ്ടാവുന്നില്ല. കാരണം അവിടുത്തെ റെയിൻ വാട്ടർ മാനേജ്മെൻറ്റ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് സിംഗപ്പൂരിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും ആ ഡ്രെയിനേജ് വാട്ടർ കൃത്യമായിട്ട് ഒഴുകി പോകുന്ന രീതിയിൽ ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു മെയ് ആകുമ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതല്ല വേണ്ടത്, അത് പീരിയോഡിക്കലായിട്ട് ക്ലീൻ ചെയ്തിടേണ്ടതാണ്. നമുക്ക് എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു റെയിൻ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് വരണം. പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഈ വെള്ളം എല്ലാം ഒഴുകി പോകുന്നത് പാർവതി പുത്തനാറിലേക്കാണ്. അപ്പോൾ പാർവതി പുത്തനാറ് അത് സ്ഥിരമായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓട ക്ലീൻ ചെയ്യുന്നതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടയിൽ നിന്ന് വേസ്റ്റ് മണ്ണെടുത്ത് കരയിലേക്ക് ഇട്ടിട്ട് അവർ പോവുകയാണ്. അതവിടെ കിടന്നതിന് ശേഷം അടുത്ത മഴയ്ക്ക് വീണ്ടും ആ ഓടയിലേക്കാണ് വീഴുന്നത്. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ഒരു ലോറി അവിടെ ഉണ്ടാകണം, എന്നാൽ മാത്രമേ ഓട ക്ലീൻ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റ് ലോറിയിലേക്ക് വാരിയിടുന്ന രീതിയിൽ കൊണ്ടുവന്ന് അത് അപ്പം തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരണം. അത് നിർബന്ധമായിരിക്കണം. ഇപ്പം പാർവതി പുത്തനാറ് ക്ലീൻ ചെയ്യുമ്പോഴും അത് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ വേസ്റ്റ് കരയ്ക്കായിട്ട് മാറ്റിയിടുവാണെങ്കിൽ അത്
അടുത്ത മഴയിൽ തന്നെ അത് വീണ്ടും ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ നമുക്കത് കോരി കളഞ്ഞ് വൃത്തിയാക്കി അതിനെ അങ്ങനെ ഒരു ലോങ് ടേമിൽ അതിൻ്റെ ഒരു ക്ലീനിങ് സിസ്റ്റം വരുമ്പോൾ മാത്രമേ ഇത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുള്ളൂ. സാറിപ്പം പറഞ്ഞായിരുന്നു കാൽനട സൗഹൃദ നഗരം, മഴവെള്ളം. അപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടി വരുന്നത്? വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കൂടുതൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ടുള്ള ക്ലീനിങ് തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പല രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും റോഡിൻ്റെ സൈഡിലുള്ള മണൽ നമ്മളിപ്പോൾ പിന്നെ പല റോഡുകളിലും കാണുന്നതാണ്, മണലിങ്ങനെ കിടക്കും. അപ്പോൾ ആ മണൽ പോലും സക്ക് ചെയ്യാനുള്ള മെഷീൻസ് ഇന്നുണ്ട്. അപ്പോൾ അത് വെച്ച് അത് പീരിയോഡിക്കലി സക്ക് ചെയ്ത് മാറ്റുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് അതൊരു പൊല്യൂഷനായിട്ട് മാറത്തില്ല. അല്ലെങ്കിൽ പൊടി നമ്മൾ ഈ വണ്ടി പോകുമ്പം പറന്ന് പൊടിയുടെ അലർജിക്കാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് മഴയത്താണെങ്കിൽ ചെളിയായി മാറും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്ലിയറായിട്ട് സക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രോപ്പർ എഫിഷ്യൻ്റായിട്ട് ട്രെയിനിങ്. അങ്ങനെ ഒരു ക്ലീനിങ് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഇല പോലും കാണത്തില്ല റോഡിൽ, അത്ര ക്ലീനായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് അവർക്ക് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ്. അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന നമ്മുടെ തന്നെ കോർപ്പറേഷനിലെ സ്റ്റാഫുകൾക്ക് ഒരു പക്ഷേ ഒരു 5 പേരെയോ എങ്ങാനും ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ക്ലീൻ ചെയ്യുന്നവരെ ഒരു വിദേശ രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കോർപ്പറേഷൻ ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ടുപോയി കാണിക്കുകയും അവരെ അങ്ങനെ ഒരു പ്രചോദനം വരുന്ന സമയത്ത് മറ്റുള്ളവരും ആ പാതയിലേക്ക് വരുമ്പം ഈ സിറ്റി ഒരു ഭയങ്കര ക്ലീനിങ്ങിലേക്ക് മാറും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 hours ഈ സിറ്റി ക്ലീനായിട്ടിരിക്കണം. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി രാവിലെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ക്ലീനാക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം വീഴുന്ന വേസ്റ്റുകൾ അത് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് വേസ്റ്റ് കളക്ഷൻ വാഹനം അത് ഈ സിറ്റിയിലൂടെ ഇങ്ങനെ പോയി എവിടെ വേസ്റ്റ് ഉണ്ടെങ്കിലും കളക്ട് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ സിറ്റി ക്ലീനായിട്ട് കിടക്കും. നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് കോളത്തേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റിനെ എടുത്ത് നോക്കുക, ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുവാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഫസ്റ്റ് റോഡ് അല്ലേ. നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് കോളത്തേക്ക് പോകുമ്പം നമ്മളുടെ ബൈപ്പാസ് റോഡിൽ പോകുമ്പോൾ അതിൻ്റെ 2 വശത്തും വേസ്റ്റ് പലപ്പോഴും നമ്മൾ കാണും. അപ്പോൾ അത് പ്രയോറിറ്റി കൊടുത്തിട്ട് അങ്ങനെയുള്ള റോഡുകളിലെ വേസ്റ്റ് നീക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു ഇലക്ട്രിക് വേസ്റ്റ് കളക്ഷൻ വാഹനം നമുക്ക് 24 hours ഈ റോഡിലൂടെ ഈവൻ ടെക്നോ പാർക്ക് മുതലേ ചെയ്യാം. കാരണം അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന റോഡുകളാണ്. അപ്പോൾ ആ റോഡുകളിലുള്ള വേസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രിക് വാഹനവും ഒരു സ്റ്റാഫിനെയും ഏർപ്പെടുത്തുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കണം ചെയ്യണം. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷികളുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പം അവിടെ ചുറ്റുപാടുമുള്ള വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പക്ഷികൾ വിമാനത്തിലിടിക്കാനുള്ള സാധ്യതയെല്ലാം പലപ്പോഴും വാർത്തകളിൽ വന്നേ. അപ്പോൾ ആ എയർപോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റവും കോർപ്പറേഷൻ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ കോവളം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിനും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നടപ്പിലാക്കേണ്ടതാണ്. നമ്മൾ ഈ പല രാജ്യങ്ങളിലും കാണുന്നതാണ്. ഞാൻ ഈ സ്വീഡനിൽ പോയപ്പോൾ കണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞായറാഴ്ചകളിൽ എല്ലാ വീടുകളിലും ചെടിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ചെടി, അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം. അപ്പം ഈ കോർപ്പറേഷൻ്റെ വാഹനം വന്ന് ഈ ചെടിയുടെ വേസ്റ്റെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ഇപ്പോൾ കോർപ്പറേഷനിൽ സിറ്റി താമസിക്കുന്ന ആൾക്കാർ ചെടി വെട്ടിയാലേ അവിടെ ഇടും. അപ്പോൾ കോർപ്പറേഷൻ ചെയ്യേണ്ട ഒരു ജോലിയാണത്. അതായത് ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളുടെ ഓരോ വീടുകളിലും ഉള്ള ചെടി വെട്ടുന്നതോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പ് മുറിക്കുന്നതോ അത് കോർപ്പറേഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് പൊടിയാക്കി മാറ്റാനുള്ള മെഷീനുകളുണ്ട്. ഈ നമ്മളുടെ ബ്രാഞ്ചുകളുണ്ടല്ലോ, ഇപ്പം ശിഖരങ്ങൾ
പൊടിയാക്കി മാറ്റിയിട്ട് അത് പിന്നെ വളമാക്കിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം കോർപ്പറേഷൻ അത് നടപ്പിലാക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, മരം മുറിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ട് ആരും മരം വയ്ക്കുന്നില്ല. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ മരങ്ങളും ചെടികളും എല്ലാം വരണം, അല്ലേ, ഓക്സിജൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു ദിവസം, അത് പറ്റുമെങ്കിൽ ഞായറാഴ്ച തന്നെയാണെങ്കിൽ, ഈ ഏതെങ്കിലും റൂട്ടിലൂടെ നേരത്തെ അനൗൺസ് ചെയ്ത് ഈ ചെടികളും മറ്റുള്ള വേസ്റ്റുകളും എടുക്കുന്ന രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു ഫർണിച്ചർ ചീത്തയായെന്ന് വിചാരിക്കുക, അതെവിടെ കൊണ്ട് കളയും, അല്ലേ? അപ്പം അതും ഈ വികസിത രാജ്യങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അത് കോർപ്പറേഷൻ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ ഉണ്ടാവാം, അവർ വന്നിട്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേസ്റ്റും എടുക്കുന്ന രീതിയിലേക്ക് കോർപ്പറേഷൻ മാറണം. അപ്പോൾ ഇപ്പം ഗ്ലാസ് അല്ലെങ്കിൽ തുണി അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ ഒരു പർട്ടിക്കുലർ ദിവസമാണ് എടുക്കുന്നത്. അതിന് പകരം എല്ലാ ദിവസവും എടുക്കുന്ന ഏതെങ്കിലും ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കാനും അത് ഡിസ്പോസ് ചെയ്യാനും. ഇപ്പോൾ നമ്മളുടെ ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് പൊട്ടിയാൽ, അല്ലെങ്കിൽ അത് അത്രയും ദിവസത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരം അത് പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോർപ്പറേഷൻ്റെ ഒരു കളക്ഷൻ സെൻറ്റർ അങ്ങനെ വരുവാണെങ്കിൽ അതും പ്രയോജനകരമായിരിക്കും. സാർ ഇപ്പം ആ ഒരു റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ റോഡ് വികസനം, അപ്പം അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത്? റോഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷമേ ഇതിൻ്റെ ഒരു ഡ്യൂറേഷനുള്ളൂ. കോർപ്പറേഷൻ റോഡുകൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴയ്ക്ക് മുമ്പ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ മഴ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റീടാറിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അത് മാറ്റണം. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ടുള്ള പാറ പൊട്ടിക്കുന്നതൊക്കെ ഇന്ന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ എപ്പോഴും ടാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുള്ളൊരു ഇതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ടാർ ചെയ്ത് അത്രയും മെറ്റൽ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം വരെ ഡ്യൂറബിലിറ്റി ഉള്ള റോഡായിരിക്കണം. അതിപ്പോൾ സ്റ്റേറ്റിൽ പല റോഡുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റിയിൽ BMBC ടാറിങ്, ആ ഒരു ടാറിങ് കോർപ്പറേഷനിലും നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും. അങ്ങനെ ഇപ്പം കോവളം പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കോർപ്പറേഷൻ്റെ റോഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതും ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള റോഡുകളല്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല ക്വാളിറ്റിയുള്ള റോഡും ഫുട്പാത്തും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യവും, അതുപോലെ തന്നെ ഇപ്പോൾ കോവളത്ത് ബീച്ചിലേക്ക് പോകുന്ന റോഡിൽ 2 വേ ട്രാഫിക്കാണ്, ചെറിയ റോഡാണ്. അപ്പോൾ ചെറിയ റോഡിൽ ടൂറിസ്റ്റുകൾ സൈഡിൽ കൂടെ നടന്നു പോകുമ്പം 2 സൈഡിൽ കൂടെയും പോകുന്ന വാഹനങ്ങൾ ടൂറിസ്റ്റുകളുടെ കയ്യിൽ ഇടിക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പം 2-3 കംപ്ലയിൻറ്റ് അങ്ങനെ വന്നു. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഈ പറഞ്ഞ നമ്മളുടെ യാത്രക്കാർക്ക്, ടൂറിസ്റ്റുകൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഫുട്പാത്തോട് കൂടിയ റോഡ് ആയിരിക്കണം കോർപ്പറേഷൻ അവിടെ ചെയ്യേണ്ടത്. കോവളം ഒരു ടൂറിസ്റ്റ് ഒരു പ്ലേസും കൂടെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ഒരു നഗരത്തിൽ. അപ്പം പ്രധാന ഡെസ്റ്റിനേഷൻ ബീച്ചായ കോവളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരേണ്ടത് ഇനിയും? കോവളം തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിലെ ടൂറിസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് വിദേശികൾ ആദ്യം എത്തിയ കോവളത്തിൻ്റെ ഒരു പ്രശസ്തി കൊണ്ടാണ് ഒരുപാട് പേരെത്തിയത്. പക്ഷേ ഇന്ന് അതൊരു സാച്ചുറേറ്റഡ് ഒരു ലെവലിലാണ്. അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനൊരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്നതാണ് ഒരു സാച്ചുറേറ്റഡ് ഒരു ഡെസ്റ്റിനേഷൻ ആവുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് കോവളം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് അവിടുത്തെ ടൂറിസ്റ്റുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70-80 വയസ്സുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. അതായത് അവരുടെ 55 വയസ്സിൽ കോവളത്ത് വന്നവരാണ്, റിപ്പീറ്റഡായിട്ട് വന്ന് അവർ പ്രായമായി. അപ്പോൾ അതിൽ കുറേ പേര് മരിച്ചുപോയി. അങ്ങനെ കുറച്ച് ലിമിറ്റഡായിട്ടുള്ള സ്ഥിരം ആൾക്കാരേ വരുന്നുള്ളൂ. പുതിയതായിട്ട് സ്ഥിരമായി താമസിക്കാൻ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തേക്ക് താമസിക്കാനായിട്ട് വരുന്ന പുതിയ ടൂറിസ്റ്റുകളുടെ എണ്ണം കോവളത്ത് വളരെ വളരെ കുറവാണ്. അവരെയാണ് നമ്മളിനി ആകർഷിക്കേണ്ടത്. ഇപ്പം കോവളവും
വർക്കല എടുത്ത് നോക്കുവാണെങ്കിൽ വർക്കലയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ വാട്ടർ സ്പോർട്സ് പലതുമുണ്ട്, സർഫിങ്ങിനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ അവിടെ പിന്നെ വർക്കല വിട്ട് കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്, വാട്ടർ സ്പോർട്സിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ക്യുസീൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്. അപ്പം യങ്സ്റ്റേഴ്സിന് അങ്ങനെയുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് വേണ്ടത്. നമ്മൾ കോവളത്തെടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പുതിയ ആക്ടിവിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഒരു 12 മണി വരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വേണം. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇല്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനായിട്ട് മാറേണ്ട കോവളം പല പരിമിതികളുണ്ട്. അവിടെ മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റേ സംഭവിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം കോർപ്പറേഷനിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പ്രൈം മിനിസ്റ്റർ വരുമ്പം ഒരു പക്ഷേ കോർപ്പറേഷന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കോവളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്, ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് ഐക്കോണിക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അപ്പോൾ ആ സ്കീമിൽ കോവളത്തെ ഉൾപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഫണ്ടിങ്ങാണ്. ഒരു വലിയ കോവളത്തിൻ്റെ ഐക്കോണിക് ഡെസ്റ്റിനേഷനായിട്ട് തന്നെ അത്രയും വലിയ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സാധിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു സജഷൻ അതായിരിക്കും. അങ്ങനെ ഒരു ഐക്കോണിക് ഡെവലപ്മെൻറ്റ് സെൻട്രൽ സ്കീമിൽ ഉൾപ്പെടുത്തി കോവളത്തെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിനൊരു പ്രധാന പിൽഗ്രീം ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാൻ എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും? പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പം റീസെൻ്റായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പം സ്വർണം അവിടുത്തെ ഏറ്റവും ഈ നമ്മുടെ ബി നിലവറയിലേക്ക് സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റുകളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിപ്പോൾ. പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ പിൽഗ്രീം ടൂറിസ്റ്റുകൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രവും അതിന് ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങൾ, പഴവങ്ങാടിയാണെങ്കിലും മാറ്റുകലാണെങ്കിലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതും പ്രൈം മിനിസ്റ്ററിൻ്റെ ഓട് ആവശ്യപ്പെടാവുന്നതാണ്. ഈ നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലാണ് ജടായുപ്പാറ. ഈ ജടായുപ്പാറ എന്ന് പറയുന്നത് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് രാമായണ സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ ആ സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫണ്ടുണ്ട്. അപ്പം ഒരു പക്ഷേ തിരുവനന്തപുരം, ജടായുപ്പാറ, ശബരിമല ഇങ്ങനെ ഒരു റോഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു ടൂറിസം സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതൊരു വലിയ ഹൈവേ ഡെവലപ്മെൻറ്റ് വരുവാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നതിന് ശേഷം ജടായുപ്പാറയും കണ്ട് ശബരിമല സീസൺ ആവുന്ന സമയത്ത് ശബരിമലയിലേക്ക് പോകാനായിട്ട് നമ്പേഴ്സ് കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു പരിമിതിയുണ്ട്, നമ്മുടെ ഈ റോഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സജഷൻ ഒരു പക്ഷേ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ മുന്നിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടാമത്തെ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കോവളം ഐക്കോണിക് ഡെവലപ്മെൻറ്റും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, രണ്ടാമത് ഇങ്ങനെ ഒരു രാമായണ സർക്യൂട്ടിലേക്ക് ജടായുപ്പാറയും പത്മനാഭസ്വാമി ക്ഷേത്രവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് ഒരു സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ സാധ്യതയാണ്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മാത്രം പറയുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വീടുകളെല്ലാം ഹെറിറ്റേജ് ഹോംസായിട്ട്, ഈ ഹോം സ്റ്റേയുടെ പാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ടൂറിസം മിനിസ്ട്രി ആയിട്ട് അങ്ങനെയുള്ള വീടുകൾക്കൊരു സബ്സിഡി കൊടുത്തുകൊണ്ട് അവയെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ താമസിക്കുന്ന രീതി വരുവാണെങ്കിൽ അവർക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് വരും. ടൂറിസത്തിൽ നിന്ന് വരുന്ന ഇൻകം നമ്മളൊരു റെസ്പോൺസിബിൾ ടൂറിസമായിട്ടോ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ടൂറിസമായിട്ടോ അതിൻ്റെ ഒരു പാർട്ടായിട്ട്
അവരിലേക്കും കൂടെ ആ വരുമാനം എത്തുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. മാത്രമല്ല അവർക്ക് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കൂടുതലും വെജിറ്റേറിയൻ ഫുഡും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ആ ഹോം സ്റ്റേകളിൽ തന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻകം ലോക്കലി തന്നെ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ടൂറിസത്തിൽ വേറെ മൂന്നാമതൊരു സജഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ മൈസ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് മീറ്റിങ്സ്, കോൺഫറൻസ്, ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ എക്സിബിഷൻസ്, അങ്ങനെ വലിയ ലാർജ് ഗ്രൂപ്പുകളെ ഹാൻഡിൽ ചെയ്യുന്ന ടൂറിസമാണ്. അതിന് തിരുവനന്തപുരത്തിന് ഒരു വലിയ സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് നല്ല കോൺഫറൻസ് ഹാളുകളൊക്കെ തിരുവനന്തപുരത്ത് പ്രൈവറ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രൊമോഷന് വേണ്ടിയിട്ട് അതിനും സെൻട്രൽ സ്കീമുണ്ട്. സെൻട്രൽ സ്കീമിൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോധ് ഗയ, വാരണാസി, ഹംപി അങ്ങനെയുള്ള ഹെറിറ്റേജ് സിറ്റീസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രീസിൻ്റെ മീറ്റിങ്സ് നടത്തണം, അല്ലെങ്കിൽ PSUസിൻ്റെ മീറ്റിങ്സ് നടത്തണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷനുണ്ട്. നമുക്കത് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരം ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ മിനിസ്ട്രീസിൻ്റെ കോൺഫറൻസുകൾ, PSUസിൻ്റെ കോൺഫറൻസുകളെല്ലാം നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തന്നെ ഹോട്ടൽ അക്കോമഡേഷൻസ് കൂട്ടാനായിട്ട് സാധിക്കും. ഒപ്പം ഇപ്പം മേയർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു മൈസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് ഒരു കമ്മിറ്റി രൂപീകരിക്കാം. അപ്പോൾ അതിനകത്ത് ഹോട്ടൽസ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, കോർപ്പറേഷൻ മേയർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റായിട്ട് ഉള്ള വലിയ കോൺഫറൻസുകൾ തിരുവനന്തപുരത്തേക്ക് ബിഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദി കേരള കോൺവെർസേഷനിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു. ഈ ആശയങ്ങൾ നഗരത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു.